ഇരിക്കട്ടൊരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റടത്തിനും അറിയില്ല. കട്ടക്കണ്ടേ ഇറങ്ങി വാടാ. ചെയ്ത പോലെയൊന്നും പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. നീ ഇപ്പൊ പറയുന്നുണ്ടല്ലോ നിന്റെ കയ്യിൽ ഇനിയും കോൾ, ഞാൻ റോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ഞാൻ പൊടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത്. എന്റെ കൈ കൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ ഇടണമെന്ന് വിചാരിക്കാൻ. ഞാൻ പലരെ കുറിച്ച് പറയുന്നതും ഉണ്ടാവും. നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നീയും ഞാനും ആരവും എല്ലാവരും പറഞ്ഞ സാധനങ്ങൾ നീ മാത്രം റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ നിന്റെ മൈൻഡ് എന്താന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കണമല്ലോ. മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ എന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീറുന്നു. എന്റെ കയ്യിലും ആരവിന്റെ കയ്യിലും ഒന്നും ഇല്ല, പക്ഷെ നിന്റെ കയ്യിലുണ്ട്. നീറുമെന്ന് എനിക്കറിയാം. കലികാലമായതുകൊണ്ട് തോന്നിയതാണ് അണ്ണാ. അണ്ണാ എന്റെ കഷ്ടകാലം എല്ലാം മാറി. ഇപ്പൊ നിനക്ക് നാളെ വിറ്റ് പൈസയാക്കാം. അവന് തന്തേണ്ടല്ലേ ഒന്നും. അവന് തന്തേണ്ടല്ലെങ്കിൽ നിനക്കെന്താ നഷ്ടം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. താനും തന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കോൾ റെക്കോർഡ് പുറത്ത് വിടാൻ നേരത്ത് നമ്മുടെ തന്നെ ഒരു കോമൺ ഫ്രണ്ട് യൂട്യൂബറോട് നീ പറഞ്ഞതെന്താ, എനിക്ക് പൈസ വേണം. താനും തന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്. നിന്റെ കാര്യം നോക്കാൻ വന്നു. ഞാൻ എന്ത് ചെയ്തു? പൈസയാണ് വലുത്, ഞാൻ ചെയ്യും. ഇതല്ല നിന്റെ മൈൻഡ്. നിന്റെ കാര്യം നോക്കാൻ വന്നു. ഞാൻ എന്ത് ചെയ്തു? നിന്റെ കാര്യം നീ നോക്കിയാൽ മതി. നീ പറഞ്ഞതാണ്. ഞാൻ എന്താ പറയാ, ഞാൻ അതൊന്നും ഞാൻ അവരോട് പേഴ്സണൽ ടോക്ക് നടത്തുമ്പോ ഞാൻ എടുത്തു വെക്കാറില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. നീ ഇപ്പൊ ഈ 2 ദിവസം മിണ്ടാതിരുന്ന് 3-ാമത്തെ ദിവസം കുത്തിപ്പൊങ്ങി വരുമ്പോ നീ എവിടെയൊക്കെ പോയി കരഞ്ഞു, ആരോടൊക്കെ നിനക്ക് ബാക്കപ്പ് ചോദിച്ചു. എനിക്ക് ഒരാളുടെ ബാക്കപ്പും വേണ്ട. വീണ്ടും തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറപ്പ് വല്ല വിവരമുണ്ടോ? ഈ ഒരു മനുഷ്യന്റെ ബാക്കപ്പ് എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയും. കലക്കി കുടിച്ചിരുന്നാ കണ്ടിട്ടൊരു മിടുക്കനാണ്. അത് അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ്. അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീമ്പടിച്ചോണ്ട് നടക്കണവനല്ല. മനസ്സിലായോ? നീ പറഞ്ഞ പോലെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വന്നതെല്ലാം പറഞ്ഞ എന്റെ കൺമട്ടത്തോ എന്റെ കൈവാക്കിലോ കണ്ടു കഴിഞ്ഞാൽ ആടി കിട്ടും. ഒന്ന് അടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. ഇനി അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഏത് വഴിക്ക് പോകാനാണെന്നുണ്ടെങ്കിലും ഞാൻ റെഡിയാണ്. വടക്കൻ കേരളത്തെ മുഴുവൻ കിട്ടുകിട്ട വിറപ്പിച്ച ഭയങ്കരനായ അഭ്യാസി പപ്പൻ ഗുരുക്കൾ. അത് ഞാൻ നിനക്ക് തരും. അത് നിനക്ക് ആര് വന്നില്ലെങ്കിലും ഞാൻ പൊട്ടി. എന്റെ അങ്കിൾ കൃഷ്ണക്കുറുപ്പ് പുള്ളി ഒരു ചില്ലറ കളരി അഭ്യാസിയാണ്. ഓഹോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആവശ്യത്തിന് കൊനിഷ്ഠ ഇപ്പോഴേ ഉണ്ട്. അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാൽ സംഗതി ആകെ കുളമാവും.